ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻകിലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്ന് ആരോപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയതോടെ ധാക്കയിലും രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം ആളിപ്പടരുകയാണ്. പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ പ്രമുഖ പത്രങ്ങളായ ദ ഡെയിലി സ്റ്റാർ, പ്രോത്തോം അലോ എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞയാഴ്ചയാണ് ഉസ്മാൻ ഹാദിയുടെ തലയിൽ അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. തുടർന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ വെച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെയാണ് മുഖം മൂടി ധരിച്ചെത്തിയ അക്രമികൾ വെടിയുതിർത്തത്. മരണവാർത്ത അറിഞ്ഞെത്തിയ പ്രതിഷേധക്കാർ രാത്രി വൈകിയും നിരത്ത് കീഴടക്കി. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തീയിട്ടു. ധാക്കയിലെ ഷാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭക്കാർ വൻതോതിൽ അക്രമങ്ങളും അഴിച്ചുവിട്ടു. കുറ്റവാളിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടരുന്നത്. പ്രധാന മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ പ്രമുഖ പത്രങ്ങളായ ദ ഡെയിലി സ്റ്റാർ, പ്രോത്തോമാലോ എന്നിവയുടെ ഓഫീസുകൾ അക്രമികൾ അടിച്ചു നിരത്തി. ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭത്തിന്റെ മുൻനിര നേതാവായിരുന്നു ഹാദി. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിമർശകനായിരുന്നു അദ്ദേഹം. 2024 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഹാദി തയ്യാറെടുത്തിരുന്നു. ഹാദിയുടെ മരണവാർത്ത പുറത്തുവന്നതോടെ ധാക്കയിൽ പ്രതിഷേധം അലയടിച്ചു. നീതി ആവശ്യപ്പെട്ടും കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ ബംഗ്ലാദേശ് തെരുവുകളിലിറങ്ങി. തുടർന്ന് വിവിധ നഗരങ്ങളിലേക്ക് കലാപം വ്യാപിപ്പിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ വിവിധ പത്ര ഓഫീസുകൾ തല്ലി തകർക്കുകയും തീവെക്കുകയും ചെയ്തു. തീ പടർന്നതോടെ മാധ്യമപ്രവർത്തകരും ജീവനക്കാരും ഓഫീസിനുള്ളിൽ കുടുങ്ങി. പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോഥം അലോ ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ താഴത്തെ നിലയിൽ അതിക്രമിച്ചു കയറിയ ജനക്കൂട്ടം അവിടുത്തെ സാധനങ്ങൾ നശിപ്പിച്ച് തീയിടുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ടെറസിലേക്ക് ഓടി. കാവരൻ ബസാർ ഓഫീസിലുണ്ടായ ആക്രമണത്തിൽ കുടുങ്ങിയ 25 മാധ്യമപ്രവർത്തകരെ രക്ഷപ്പെടുത്തി. അഗ്നിശമന സേനയും സൈന്യവും സ്ഥലത്തെത്തിയിരുന്നു. പ്രോഥം അലോ ഓഫീസിന് നേരെ ആദ്യം ആക്രമണമുണ്ടായെന്നും പിന്നീട് ദ ഡെയിലി സ്റ്റാർ കെട്ടിടത്തിന് തീയിട്ടെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. മറ്റു നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ധാക്ക യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഷാബാദ് ജംഗ്ഷനിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. ജാതീയ ഛാത്ര ശക്തി, നാഷണൽ സിറ്റിസൺ പാർട്ടി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലാണ്. ഹാദിയുടെ ആക്രമികൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടെന്നും അവരെ തിരിച്ചയക്കുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്നും നിരന്തരം പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അക്രമികൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഹാദിയുടെ കൊലപാതകത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൻ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയുടെയും ഭയത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കി. ധാക്കയിലും രാജ്ഷാഹിയിലും ഇന്ത്യൻ നയതന്ത്ര സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പല സ്ഥലങ്ങളിലും അവരെ തടഞ്ഞു. കലാപകാരികൾ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷണർ സമീപം കല്ലെറിഞ്ഞ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നാഷണൽ സിറ്റിസൺ പാർട്ടി, സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നിവയുമായി ബന്ധമുള്ള പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത്. ഹാദിയെ കൊലപ്പെടുത്തിയ അക്രമികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതായി ആരോപിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. NCP നേതാവ് സർജിസ് ആലം സ്ഥിതിഗതികളെ യുദ്ധസമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹാദി ഭായിയുടെ കൊലയാളികളെ ഇന്ത്യ തിരികെ കൊണ്ടുവരുന്നതുവരെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിരിക്കുമെന്നും ഇപ്പോൾ നമ്മൾ യുദ്ധത്തിലാണെന്നുമാണ് പ്രമുഖ NCP നേതാവായ സർജിസ് ആലം പറഞ്ഞത്. അതേസമയം ഇന്ത്യയുടെ പാർലമെന്ററി കമ്മിറ്റി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. അയൽരാജ്യത്തെ സ്ഥിതി സങ്കീർണവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണെന്ന് കമ്മിറ്റി വിശേഷിപ്പിച്ചു. നേരത്തെ 2024 ഓഗസ്റ്റിലെ രാഷ്ട്രീയ സംഭവങ്ങൾ അസ്ഥിരതയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചു. അക്രമ സംഭവങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവരെ ഭീഷണിപ്പെടുത്തിയതും വധിച്ചതും രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.